നമ്മുടെ മനസ്സിൽ നമുക്ക് ആഗ്രഹമുള്ള ജീവിതം വേണം. പക്ഷേ ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു? ഈ ഒരു സാഹചര്യമാണ് നമ്മൾ മാറ്റേണ്ടത്. നമ്മളെപ്പോഴും നഷ്ടപ്പെട്ട അവസരങ്ങളെപ്പറ്റി മാത്രം ചിന്തിച്ച് സമയം കളയുന്നു. നമുക്ക് വലിയ ആഗ്രഹമുണ്ട്, നമ്മുടെ ജീവിതം ചേഞ്ച് ചെയ്യണം, വിജയിക്കണമെന്നൊക്കെ. പക്ഷെ നടക്കുന്നില്ല. നമ്മൾക്ക് എപ്പോഴും അടുപ്പ് തോന്നുന്ന അവസ്ഥ, ശരീരം തളരുന്ന അവസ്ഥ. പക്ഷെ നിങ്ങൾ ഇതിനൊക്കെ മറികടക്കണം. ഇന്നു മുതൽ നിങ്ങൾ ഉറച്ച മനസ്സോടെ ഒരു തീരുമാനം എടുക്കുക. എന്ത് പ്രശ്നങ്ങൾ വന്നാലും എനിക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്ന ഒരു വാശി. നിങ്ങൾ ശിരസ് കുനിക്കുന്തോറും പുഞ്ചിരിക്കുന്നത് നിങ്ങളെ കളിയാക്കിയവരാണ്. എത്ര തട്ടിയേറിയപ്പെട്ടാലും തളരാതെ വീണ്ടും എതിർക്കണം സ്വപ്നങ്ങളും ജീവിതവും ഒരു ചിലന്തിയെ പോലെ. തോറ്റിരിക്കുമ്പോഴും നീ ജയിക്കുമെന്ന് പറയുന്ന മോട്ടിവേഷനാണ് നമ്മുടെ മാതാപിതാക്കൾ. സ്വപ്നങ്ങളെ കാണാൻ ധൈര്യപ്പെടുക, അവയെ യാഥാർത്ഥ്യമാക്കാൻ പ്രയത്നിക്കുക. ഓരോ ചെറിയ മുന്നേറ്റവും വലിയ വിജയത്തിലേക്കുള്ള പാതയാണ്. കഠിനാധ്വാനവും ആത്മവിശ്വാസവുമാണ് നിന്റെ ഏറ്റവും വലിയ ശക്തി. നിങ്ങൾ ഇന്നലയുടെ നീളെ ജീവിക്കരുത്. ഓരോ ദിവസവും ഓരോ പുതിയ ആരംഭമാണ്. പുതിയ സാധ്യതകളുടെ വാതിൽ തുറക്കും. പോസിറ്റീവ് ചിന്തകളോടെയും ദൃഢനിശ്ചയത്തോടുകൂടിയും മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ രൂപപ്പെടുത്താൻ കഴിയും. കടന്നു വന്ന കഷ്ടപ്പാടിന്റെ വഴികളാണ് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാകേണ്ടത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കാവലാകേണ്ടത് നിങ്ങളാണ്. വേറെ ആരും നിങ്ങളെ കൈപിടിച്ച് ഉയർത്തില്ല. സ്വപ്നങ്ങൾക്കായി പ്രയത്നിക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഒന്ന് കാലിടറി വീണാൽ തളരരുത്. വീണ്ടും എഴുന്നേറ്റ് പരിശ്രമം തുടരുക. ചിലപ്പോൾ ചില സൗജന്യങ്ങൾ സ്വീകരിക്കുന്നത് നമ്മളെ കൂട്ടിലടച്ചേക്കാം. ചിലതൊക്കെ വേണ്ടെന്ന് വെക്കാനുള്ള ധൈര്യം ഉണ്ടാകണം. അത് നമുക്ക് നേടിയെടുക്കുമെന്ന വിശ്വാസമുണ്ടെങ്കിൽ. നിങ്ങളുടെ ഇഷ്ടങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ പ്രതിസന്ധികൾ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കും. വിജയം എന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു യാത്രയാണ്. ആ യാത്രയിൽ നാം ഓരോരുത്തരും വിയർപ്പൊഴുക്കി മുന്നേറുമ്പോൾ തടസ്സങ്ങൾ വെറും ചവിട്ടുപടികളായി മാറും. നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായി പ്രയത്നിക്കുന്നുവോ അത്രത്തോളം തിളക്കമുള്ളതായിരിക്കും നിങ്ങളുടെ ഭാവിയും. ലക്ഷ്യമെത്ര അകലെയായാലും മാർഗം എത്ര കഠിനമായാലും മനസ്സിൽ ആത്മവിശ്വാസമുണ്ടെങ്കിൽ വിജയിക്കാൻ നമ്മൾ തന്നെയായിരിക്കും. എപ്പോഴും വലിയ സ്വപ്നങ്ങൾ കാണാൻ ധൈര്യം കാണിക്കുന്നവർക്ക് മുന്നിലാണ് സാധ്യതകളുടെ വാതിൽ തുറക്കപ്പെടുന്നത്. പരിഹാസങ്ങളെ പ്രചോദനമായി ഉൾക്കൊള്ളുമ്പോഴാണ് വിജയങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. ഒരിക്കലും വീഴ്ചകളില്ലാതെ ഉയർച്ചകൾ ഉണ്ടാകില്ല. നമ്മുടെ ഭയത്തെയും നമ്മുടെ ടെൻഷനെയും പുറന്തള്ളുക. അങ്ങനെ ഉള്ളവരാണ് വിജയത്തിലേക്ക് മുൻപന്തിയിലെത്തിയിട്ടുള്ളത്. നമ്മുടെ ആഗ്രഹങ്ങൾ ആത്മാർത്ഥമാണെങ്കിൽ ഉള്ളിലെ തീ ഒരിക്കലും കെടുകയില്ല. നഷ്ടങ്ങൾ മറക്കാതെ നേട്ടങ്ങൾ ഒരിക്കലും ജനിക്കുകയില്ല. അത് നിങ്ങൾ എപ്പോഴും ഓർക്കുക. നിങ്ങൾ സ്വയം വിശ്വസിക്കുക. നിങ്ങൾ ചിന്തിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. നേടേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. അത് നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കരുത്. നമ്മൾ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളാണ് നാളെ നമ്മുടെ ഊർജ്ജമായി മാറുന്നത്. തടസ്സങ്ങളാണ് നിങ്ങൾക്ക് എപ്പോഴും പുതിയ അവസരങ്ങൾ സമ്മാനിക്കുന്നത്. നമ്മുടെ അവസ്ഥകളെ ഉൾക്കൊള്ളുമ്പോഴാണ് ആഗ്രഹങ്ങൾ ദിശാബോധമുണ്ടാകുന്നത്. നമ്മുടെ പ്രയത്നത്തിന് പ്രായമില്ല, മനസ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം ആത്മവിശ്വാസത്തിന് മാത്രമേ ഉയരങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കാനാകൂ. നമുക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവിതത്തിലെ പുതിയ വഴികൾ തെളിയുന്നത്. കരഞ്ഞു തീർന്ന കണ്ണുകളിലാണ് കരുത്തിന്റെ തീ ജ്വലിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം സമയത്തെ വിലമതിക്കും, ലോകം നിങ്ങളെയും വിലമതിക്കും. നമ്മുടെ സന്തോഷം താക്കൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഇന്നൊരു തീരുമാനമെടുത്താൽ നമ്മുടെ ജീവിതം മാറും. ബെസ്റ്റ് ഓഫ് ലക്ക്.